بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والقاضمين الغيظ والعافين عن الناس والله يحب المحسنين. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. സൂറത്ത് ആൽ ഇംറാൻ അതിലെ 134 മുതൽ 36 വരെയുള്ള 33 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തവും വിശുദ്ധമായ ഖുർആനിന്റെ പാരായണവും പഠനവും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പലപ്പോഴും റമദാനിന്റെ മുന്നോടിയായും അതുപോലെ പല സന്ദർഭങ്ങളിലും ജുമുഅയുടെ ഖുത്ബയിൽ ഈ ആയത്തുകൾ ഓതുകയും അത് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ. സുറഅത്ത് എന്ന് പറഞ്ഞാൽ വേഗം എന്നർത്ഥം. വേഗം, നിങ്ങൾ ധൃതി കാണിക്കും. വസാരിഉ, നിങ്ങൾ ധൃതി കാണിക്കും. ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകാം എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിലേക്ക്, ആ നന്മയിലേക്ക് പിന്നെ ഒരു സമയം ഒരല്പം പോലും പിന്തിക്കരുത്. നിങ്ങൾ അതിലേക്ക് ധൃതിയാകുക. പിന്നെയോ വജന്നതി, ഇന്നത് ചെയ്താൽ അതിന് സ്വർഗമാണ് പ്രതിഫലം. നിങ്ങൾ ഇന്നത് പ്രവർത്തിച്ചാൽ അതിന് സ്വർഗം കിട്ടും എന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർമ്മം ചെയ്യാൻ, ആ നന്മ ചെയ്യാൻ നിങ്ങൾ ധൃതിയാകുക. വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. പ്രത്യേകിച്ച് സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. നമ്മളിവിടെ 60, 70, 80 വയസ്സ് വരെ ഇവിടെ ജീവിക്കും. അപ്പോൾ ഈ ജീവിതത്തിന്റെ ഇടയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, നമ്മൾ ഈ ജീവിതത്തിന്റെ ഇടയിൽ അറിഞ്ഞോ അറിയാതെയോ
നമ്മിൽ വന്നു പോകുന്ന പാപങ്ങൾ, പാപക്കറകൾ, അത് അള്ളാഹു പുറത്തു കിട്ടണം. അതാണ് നമ്മൾ പൊറുക്കല്ല തേടുന്നത്. രണ്ടാമത്തത് എന്താണ്? അത് മരണത്തിന് ശേഷമാണ്. നമ്മളെല്ലാം കൊതിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തണമെന്നാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹുവേ, എൻ്റെ ഒരു കാല് വയ്ക്കാൻ സ്വർഗത്തിലൊരിടം തരണേ, എൻ്റെ ഒരു കാല് വയ്ക്കാൻ, ഒരു കാലെങ്കിലും വെക്കാൻ സ്വർഗത്തിൽ ഇടം തരണേ. അങ്ങനെ ചോദിക്കാൻ പാടില്ല. സ്വർഗം ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കാണാൻ പറ്റും. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് സ്വർഗം ചോദിക്കേണ്ടത് റബ്ബിനോട്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്വർഗത്തെ ചോദിക്കണം അള്ളാഹുവിനോട്. അതിനകത്തൊരു പിശുക്കും കാണിക്കണം, വേറെ ഒരു പിശുക്കും ആ വിഷയത്തിൽ നിങ്ങൾ കാണിക്കരുത്. അള്ളാഹുവിനോട് ഏറ്റവും ഉയർന്ന സ്വർഗത്തെ ചോദിക്കണം. ഏറ്റവും ഉയർന്ന സ്വർഗം, ഏറ്റവും ഉയർന്ന സ്വർഗം അതേതാണ്? ഏറ്റവും ഉയർന്ന സ്വർഗം, ഏറ്റവും ഉയർന്ന സ്വർഗം എന്ന് പറയപ്പെടുന്നത് ജന്നത്തുൽ ഫിർദൗസാണ്. അതാണ് അഅ്ലൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗം, ഏറ്റവും ഉയർന്ന സ്വർഗം എന്ന് പറയുന്നത് അത് ജന്നത്തുൽ ഫിർദൗസാണ്. മാത്രമല്ല അത് സ്വർഗത്തിന്റെ മധ്യവുമാണ്. അവിടെ നിന്നാണ് സ്വർഗത്തിലെ നദികൾ ഒഴുകുന്നത്. വമിൻഹു തഫ്ജുറുൽ അൻഹാരിൽ ജന്ന, സ്വർഗത്തിന്റെ നദികൾ മുഴുവനും ആ സ്വർഗത്തിൽ നിന്നിട്ടാണ്, ജന്നത്തുൽ ഫിർദൗസിൽ നിന്നിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വസഖുഹുമാ അർശുർ റഹ്മാൻ, ജന്നത്തുൽ ഫിർദൗസിന്റെ തട്ട് എവിടെയാണ്? അല്ലാഹുവിന്റെ അർശാണ്. നോക്കണേ, എത്ര പ്രത്യേകമായത്. സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ സഅൽതുമുല്ലാഹൽ ജന്ന, നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ, റബ്ബിനോട് സ്വർഗം ചോദിക്കുമ്പോൾ, ഫസ്അലൂഹു അൽ ഫിർദൗസ്, അല്ലാഹുവേ ഫിർദൗസിൽ എത്തിക്കണേ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ എത്തിക്കണേ. ഫഇന്നഹു അഅലൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന സ്വർഗമാണ്, ഏറ്റവും ഉയർന്ന സ്വർഗമാണ്. മാത്രമല്ല അത് സ്വർഗത്തിന്റെ മധ്യഭാഗമാണ്. വമിൻഹു തഫ്ജുറുൽ അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ നദികളെല്ലാം അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇതൊക്കെ തുടക്കം അവിടെ നിന്നാണ്. അള്ളാഹുവിന്റെ അതിന്റെ തട്ട്, മേൽത്തട്ട് അർശുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അർശുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്വർഗം ചോദിക്കും. അപ്പോൾ സ്വർഗം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. പാപം പൊറുക്കുക എന്നുള്ളത് ജീവിതത്തിലെ ലക്ഷ്യമാണ്. പടച്ചവരും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പാപം പുറത്തു കിട്ടും, ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇത് നമ്മൾ അറിഞ്ഞിട്ട് പിന്നീടാവട്ടെ, അല്ലെങ്കിൽ നാളെ ആവട്ടെ, അടുത്ത നിമിഷമാകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പിന്നോട്ട് പോവുകയല്ല വേണ്ടത്. അള്ളാഹ് പറയുന്നു, വസാരിഊ, കിട്ടിയ സന്ദർഭം നിങ്ങൾ ധൃതിയായിക്കോണം, പെട്ടെന്ന് നിങ്ങൾ അതിലേക്ക് ആ നന്മ ചെയ്തോണം. എന്നിട്ട് സ്വർഗത്തെ അള്ളാഹ് വിശേഷിപ്പിക്കുകയാണ്, ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗം. ആകാശം ഭൂമി ആരാ കണ്ടെത്തിയതിന്റെ അറ്റം കണ്ടെത്തിയത് ആരാ? ഇതിന്റെ മറ്റേ അറ്റം കണ്ടെത്തിയത് ആരാ? സുബ്ഹാനല്ലാഹ്, അത്രമേൽ പ്രവിശാലമായി കിടക്കുന്ന ആ സ്വർഗം അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്, തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് പടച്ചവന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടവരാണ്, വേറെ ആരുടെ മുന്നിലില്ല. നമ്മൾ പടപ്പിനെ വിട്ടേക്കണം, സൃഷ്ടികളെ വിട്ടേക്കുക, അത് ആരായിക്കൊള്ളട്ടെ. നമ്മൾ ഒരു നെവർ മൈൻഡ്. ആരെയും തൃപ്തിപ്പെടുത്താനും ആരെ പൊരുത്തപ്പെടുത്താനും ഇതൊന്നും നമ്മളെ കൊണ്ട് കഴിയത്തില്ല. നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. റബ്ബിനെ കിട്ടിയോ പിന്നെ ഈ മനുഷ്യന്മാരെ ഒന്നും ആരും ഇല്ലെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അള്ളാഹ് പറയുകയാണ്, അത് അള്ളാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്.
ഇത് തൊട്ടടുത്തെന്ന് പറയുകയാണ് മുത്തഖീങ്ങളുടെ എല്ലാമില്ല ചില ഗുണവിശേഷണങ്ങൾ അള്ളാഹു പറയുകയാണ്. ആരാണ് മുത്തഖീങ്ങൾ? الذين ينفقون في السراء والضراء ക്ഷേമ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്നവരാണ്. ക്ഷാമകാലഘട്ടത്തിലും അവർ ചിലവഴിക്കും, ക്ഷേമകാലഘട്ടത്തിലും അവർ ചിലവഴിക്കും. പിന്നെയോ വൽ ഖാദിമീനൽ ഗൈള കോപത്തിനെ നിയന്ത്രിക്കുന്നവരാണ്. കോപം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോപത്തിനെ പറ്റി പറഞ്ഞു, എല്ലാ തിന്മയുടെയും അച്ചുതണ്ടാണ്. എല്ലാ തിന്മയുടെയും അച്ചുതണ്ടാണ് കോപം. കോപം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ത് പറയും എന്ത് ചെയ്യും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഔസിനി, നബിയെ എന്നെ ഉപദേശിക്കണം. കണ്ട, ഇതാണ് സഹാബത്തിന്റെയും നമ്മളുടെയും സഹാബത്തിന്റെയും ഇടയിലുള്ള ഡിഫറൻറ്റ്. അതാണ് നമ്മൾ ഇന്നേ വരെ ഉറങ്ങല്ലേ, നമ്മൾ ഇന്നേ വരെ ആരുടെയെങ്കിലും അടുക്കൽ പോയിട്ട് എന്നെ ഒന്ന് ഉപദേശിക്കണേ പറഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. ഉണ്ടോ? ഞാനില്ല. ഞാൻ ഇന്നവരെ ആരോടും പോയിട്ട് എന്നെ ഉപദേശിക്കണേ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ് നമ്മളും സഹാബാക്കളും തമ്മിലുള്ള ഡിഫറൻറ്റ്. അതാണ് സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഔസിനി, നബിയെ എന്നെ ഒന്ന് ഉപദേശിക്കണേ, എന്നെ ഉപദേശിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം എന്താണ്? നീ പോയി 1000 റക്അത്ത് നിസ്കരിക്കുക, നീ പോയി മക്കയിൽ പോയി ഹജ്ജ്, നീ പോയി ഉംറയിൽ, നീ പിന്നെ മദീനയിൽ വാ. ഇതൊന്നും അല്ല അള്ളാന്റെ റസൂൽ പറഞ്ഞത്. ആ മനുഷ്യനെ നോക്കിയിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞത്, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. വീണ്ടും ആ സഹാബി ചോദിച്ചു, ഔസിനി, അപ്പോഴും അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപം വിട്ടേക്ക്, കോപിക്കരുത്. ഈ ഒരു വലിയ ഗുണം നീ മുറുകെ പിടിച്ചോ. മൂന്നാമതും ചോദിച്ചു, അപ്പോഴും അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത് പറഞ്ഞു. കാരണം തീർച്ചയായും കോപം മുഴുവൻ തിന്മകളെയും ഒരുമിച്ച് കൂട്ടും. കോപം വന്നാൽ ആളെന്താ പറയുക, എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റൂല. കോപത്തിന്റെ സമയത്തായിരിക്കും ഭാര്യയെ തലാക്ക് പോലും ചൊല്ലിക്കളയും, അറിയാതെ ഭാര്യയെ തലാക്ക് പോലും ചൊല്ലിക്കളയും. വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു നിയന്ത്രണമാണ് കോപത്തെ നിയന്ത്രിക്കുക. മുത്തഖീങ്ങളുടെ രണ്ടാമത്തെ ഗുണം വൽ ഖാദിമീനൽ ഗൈള, കോപത്തെ നിയന്ത്രിക്കുന്നവരാണവർ. വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു ഇത്തരം നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകളെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, അല്ലാഹുവിന് വലിയ സ്നേഹമാണ്. ക്ഷാമ കാലഘട്ടത്തിൽ അടിമകളുടെ ഇടയിൽ സമ്പത്തുകൾ ചിലവഴിക്കുന്നവര്, അതേപോലെ തന്നെ കോപം വരുമ്പോൾ ആ കോപത്തെ പിടിച്ച് നിയന്ത്രിക്കുന്നവര്, അതേപോലെ തന്നെ ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്നവര്, പകയും വിദ്വേഷവും വൈരാഗ്യവും മനസ്സിനകത്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ജീവിതാവസാനം വരെ 3 കഷണം തുണിയിൽ പൊതിയുന്ന സമയം വരെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കാതെ അപ്പോഴപ്പോഴ് ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണവര്. ഇത്തരം നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു അവരെ വല്ലാതെ സ്നേഹിക്കും, അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടും അവരെ. പിന്നെയോ അടുത്ത ഗുണം പറയുന്നു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, എന്തെങ്കിലുമൊക്കെ പാപകർമ്മങ്ങൾ അവർ ചെയ്തു പോയാൽ, അറിയാതെയോ അറിഞ്ഞോ എന്തെങ്കിലും പാപങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞാൽ, ഔ ളലമൂ അൻഫുസഹും, സ്വന്തം ശരീരത്തോട് ഏതെങ്കിലും തിന്മകൾ ചെയ്ത് അക്രമം ചെയ്തു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് റബ്ബിനെ പറ്റി അവർക്ക് ഓർമ്മ വരും. അള്ളാഹുവിനെ പറ്റി അവർക്ക് ഓർമ്മ വരും.
ആരും കണ്ടിട്ടില്ല, പരിചയക്കാരും കണ്ടിട്ടില്ല, ഒരു മനുഷ്യരും ആ ചെയ്ത പാപം അറിയുകയില്ല. പക്ഷേ എൻ്റെ റബ്ബ് കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ റബ്ബ് കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ റബ്ബ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ പാപത്തിൽ നിന്ന് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുകയും എന്റെ ഈ പാപം പുറത്തു തരാൻ അള്ളാഹ്ക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ, എന്റെ ഈ പാപം പുറത്തു തരാൻ എന്റെ റബ്ബിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, പിന്നീട് അറിഞ്ഞുകൊണ്ട് മനസ്സറിവോടെ മനഃപൂർവ്വം ആ പാപങ്ങളിൽ ചെന്നുപെടാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയും ചെയ്യുന്നവരാണവർ. മുത്തഖീൻ. അള്ളാഹു അവസാനം ഈ ഗുണങ്ങളുള്ളവർ, ഒന്ന് ക്ഷാമക്ഷേമ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചവർ, കോപം വന്നപ്പോ കടിച്ചു പിടിച്ചവർ, അതിനെ പിടിച്ചു നിർത്തിയവർ, ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തവർ, എന്തെങ്കിലുമൊക്കെ തിന്മകൾ പ്രവർത്തിച്ചു പോയാൽ, പാപങ്ങൾ ചെയ്തു പോയാൽ പടച്ചവരെ ഓർത്ത് പൊട്ടിക്കരഞ്ഞിട്ട് റബ്ബിനോട് പൊറുക്കലിനെ തേടിയവർ. ഈ 4 വിഭാഗം ആളുകൾ അല്ലാഹ് പറയുകയാണ്, ഉലൈക ജസാഉഹും, റബ്ബ് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു അവർക്ക് നൽകുന്ന പ്രതിഫലം ഒന്ന് മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനം അവർക്ക് കിട്ടും. 2 വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തിലൂടെ കളകളാരവം മുഴക്കി ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അവർക്ക് അല്ലാഹു സമ്മാനമായി നൽകും. 3 ഖാലിദീന ഫീഹാ, ആരും അവരെ ഏതെങ്കിലും ഒരു സമയത്ത് പുറത്താക്കുകയില്ല, അവരവിടെ നിത്യവാസികളായിരിക്കും. കണ്ട റബ്ബിന്റെ സമ്മാനത്തിന്റെ ഓഫർ. ഓണം വന്നപ്പോൾ ഒരുപാട് ഓഫർ അല്ലേ? ഒന്നെടുത്താലും 3 ഫ്രീ, ഒന്നെടുത്താലും 3 ഫ്രീ. ഓണം ഓഫറുകളാണ്. എല്ലാവരും മത്സരിക്കുകയാണ്, കച്ചവടക്കാരെല്ലാം മത്സരിക്കുകയാണ്. കാരണം എന്താണ്? ഓണം ഒരു സീസണാണ്. ഓണം ഒരു സീസണാണ്. എല്ലാവരുടെയും കയ്യിൽ പൈസയുണ്ട്. പെൻഷൻകാരുടെ കയ്യിൽ പൈസയുണ്ട്, പാവപ്പെട്ടവരുടെ കയ്യിൽ പൈസയുണ്ട്, ബോണസ് ഉണ്ട്, അനൗൺസ് ഉണ്ട്, എല്ലാവരുടെയും കയ്യിൽ പൈസയുണ്ട്. മുസ്ലിയാക്കന്മാരുടെ കയ്യിൽ പൈസ. അവർക്ക് ഓണമില്ലല്ലോ, ബോണസും ഇല്ല. ഓണമില്ലാത്തതുകൊണ്ട് ബോണസും ഇല്ല. അപ്പൊ അതൊരു സീസണാണ്, ഒരു ഉത്സവ സീസണാണ്. ആ സീസൺ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് കച്ചവടക്കാർ, ബുദ്ധിയുള്ള കച്ചവടക്കാർ ചിന്തിക്കുകയും അവര് കസ്റ്റമേഴ്സുകൾക്ക് ചില ഓഫറുകൾ കൊടുക്കുകയും ആ സമ്മാനങ്ങൾ കൊടുക്കുകയും എന്നിട്ട് അവരെ അതിലേക്ക് ആകർഷിച്ച് കച്ചവടം ചെയ്യുക. ബുദ്ധിപരമായ ഒരു നയപരമായ ഒരു സമീപനം. പക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ ഓഫർ എന്താണ്? അള്ളാഹിന്റെ ഓഫർ എന്താണ്? നീ കൊതിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന പാപമോചനം നിനക്ക് ഞാൻ തരാം. നാളെ ആഖിറത്തിൽ നീ ആഗ്രഹിക്കുന്ന ഉയർന്ന സ്വർഗം നിനക്ക് ഞാൻ തരാം. പക്ഷേ ഈ 4 ഗുണങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് റബ്ബ് പറയുകയാണ്, അമൽ ചെയ്തവർക്ക്, കാര്യങ്ങൾ കൃത്യമായി ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന എത്ര നല്ല പ്രതിഫലമാണ്. നന്മ ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്ത ഈ ആളുകൾക്ക് കിട്ടുന്ന എത്ര നല്ല പ്രതിഫലമാണ്. എത്ര നല്ല പ്രതിഫലമാണ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മുഴുവനും അത് തന്നെയാണ്. ഞങ്ങളുടെ പാപങ്ങൾ ഈ ലോകത്ത് നിന്ന് ഞങ്ങൾ കണ്ണടച്ച് ഞങ്ങൾ നിന്റെ അടുക്കലേക്ക്, നിന്റെ കൈകളിലേക്ക് ഞങ്ങളുടെ ശരീരം വന്നെത്തുമ്പോ അതിനു മുമ്പ് ഞങ്ങളുടെ സകല പാപങ്ങളും മാപ്പാക്കി കിട്ടണം. 1. രണ്ടാമത്തത്, ഞങ്ങളെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ ആനയിക്കപ്പെടണം. അല്ലാഹു പടച്ചവനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഉ إلى مغفرة من ربكم وجنة
عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والقادمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.